ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് വഞ്ചിപ്പാട്ടിന്റെ ഈരടികളുമായി കുട്ടനാടിന്റെ ജലമേളകൾക്ക് ഇന്ന് തുടക്കമാകും. ആചാരപ്പെരുമയുടെ മൂലം വള്ളംകളിയോടെ ജലാശയങ്ങളും വള്ളംകളി പ്രേമികളും ആഘോഷ തിമിർപ്പിലാകും. വള്ളംകളി ദിനത്തിൽ കുട്ടനാട് താലൂക്കിന് പൊതു അവധി ലഭിക്കുമോ എന്ന കാര്യം അവ്യക്തമായി തുടരുകയാണെങ്കിലും വള്ളംകളി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് വള്ളംകളി പ്രേമികൾ. പ്രാദേശിക അവധി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റെജി ചെറിയാൻ MLA. ഉച്ചയോടെ ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ ചുണ്ടൻ വെള്ളങ്ങൾ കുതിച്ചുപായും. വഞ്ചിപ്പാട്ടിന്റെ താളം മുറുകുമ്പോൾ തുഴക്കാരുടെ കൈകളിൽ കരുത്തിന്റെ പുതിയ ചരിത്രം പിറക്കും. ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് ജലപ്പരപ്പിലൂടെ ചുണ്ടൻ വെള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കും. ഇത്തവണ 7 ചുണ്ടൻ വള്ളങ്ങളാണ് രാജപ്രമുഖൻ ട്രോഫിക്കായി ഓളപ്പരപ്പിൽ പോരാടുക. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ചമ്പക്കുളം മഠത്തിൽ നിന്ന് വിഗ്രഹം കൊണ്ടുപോയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മൂലം വള്ളംകളി. വള്ളംകളിയുടെ വരവറിയിച്ചുകൊണ്ട് കുട്ടനാട്ടിൽ സാംസ്കാരിക പരിപാടികളും നടന്നു. ചമ്പക്കുളത്തെയും കുട്ടനാട്ടിലെയും കുമരകത്തെയും വിവിധ ജലാശയങ്ങളിൽ തീവ്ര പരിശീലനം നേടിയ കരുത്തിലാണ് ചുണ്ടൻ വള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും. നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കം കൂടിയാണ് മൂലം ജലോത്സവം. അവസാനഘട്ടത്തെ പരിശീലനത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കളിക്കാൻ വരുന്ന 7 ടീമുകളും തുല്യമാണ്, ഒന്നിനൊന്നിനും മെച്ചമാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം പോലെ ഇരിക്കും. എല്ലാവരും കഠിനമായി തന്നെ ട്രെയിനിങ് ചെയ്താണ് എല്ലാ ടീമുകളും വരുന്നത്. നെഹ്റു ട്രോഫിക്ക് ഈ വർഷം കപ്പിന് തുല്യമായിട്ട് വരുന്ന 7 ടീമുകൾ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ തവണ മാറ്റിവെക്കുന്നൊരു പ്രത്യേകത ഈ 2026 മൂലം വള്ളങ്ങളിലുണ്ട്. നല്ല ശക്തമായ ഒരു മത്സരം ഈ വർഷം ഇവിടെ നടക്കും. പ്രത്യേകം ക്യാമ്പുകൾ ഒരുക്കിയാണ് ബോട്ട് ക്ലബ്ബുകൾ തുഴച്ചിൽക്കാരെ സജ്ജരാക്കുന്നത്. അതേസമയം വള്ളംകളി ദിനത്തിൽ കുട്ടനാട്ട് താലൂക്കിന് പൊതു അവധി ലഭിക്കുമോ എന്ന കാര്യം അവ്യക്തമായി തുടരുകയാണ്. എന്നാൽ വിവാദങ്ങളെല്ലാം മറന്ന് വള്ളംകളി ആഘോഷമാക്കാൻ തന്നെയാണ് വള്ളംകളി പ്രേമികളുടെ തീരുമാനം. പ്രാദേശിക അവധി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റെജി ചെറിയാൻ MLA. തുഴകളുടെ വേഗതയും ചുണ്ടൻ വള്ളങ്ങളുടെ മൂർച്ചയേറിയ അമരങ്ങളും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ജേതാക്കളെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് മലയാളം, ആലപ്പുഴ.